ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വിസാഡ് ആൻഡ് യു ആർ വാച്ചിങ് വിസാഡ് ടോക്ക്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡീമൺ സ്ലേയറി അപ്പർ മൂൺ 3 ആയ അക്കാസയുടെ ബാക്ക് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. അക്കാസയുടെ ശരിക്കുള്ള പേര് ഹക്യൂജി സൊയാമ എന്നാണ്. അക്കാസയുടെ ചെറുപ്പത്തിൽ തന്നെ അക്കാസയുടെ അമ്മ മരിച്ചുപോയി. പിന്നെ അക്കാസയെ നോക്കിയത് അക്കാസയുടെ അച്ഛനായിരുന്നു. അങ്ങനെ അക്കാസയ്ക്ക് 11 വയസ്സുള്ളപ്പം അക്കാസയുടെ അച്ഛന് അസുഖം ബാധിക്കുവാണ്. പിന്നെ സ്വന്തം അച്ഛനെ നോക്കാനും മരുന്നൊക്കെ വാങ്ങാൻ പൈസയ്ക്ക് വേണ്ടി അക്കാസ ചെറിയ ചെറിയ മോഷണം നടത്തുവാണ്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ജനങ്ങൾ അക്കാസയെ പിടിക്കുവാണ്. എന്നിട്ട് വലിയ പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ ടാറ്റു ഒക്കെ അടിച്ചിട്ട് പറയുവാണ്, ഇനി നീ മോഷ്ടിച്ചാൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുന്നു. ഈ ഒരു കാര്യം അക്കാസയുടെ അച്ഛൻ അറിയുകയും പുള്ളിക്ക് വിഷമാവുകയും സൂയിസൈഡ് ചെയ്യുവാണ്. അക്കാസ തിരിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്ന തൻ്റെ അച്ഛനെയാണ് കണ്ടത്. അക്കാസയുടെ അച്ഛൻ മരിക്കുന്ന മുമ്പ് ഒരു കത്ത് അക്കാസയ്ക്ക് വേണ്ടി എഴുതിയിട്ടാണ് മരിച്ചത്. അതായത്, നീ എനിക്ക് വേണ്ടി മോഷ്ടിക്കേണ്ട മോനെ, ആ ഒരു പണം കൊണ്ട് എനിക്ക് ജീവിക്കണ്ട, നിനക്കിനി നല്ല ജീവിതമുണ്ട്, അതിന് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് മരിക്കുവാണ്. അങ്ങനെ അക്കാസയുടെ അച്ഛനെ അടക്കിയിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ഡോജോ മാസ്റ്ററിനെ കാണുന്നത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ പുള്ളി ഒരു ഫൈറ്റ് നടക്കുവാണ്, അക്കാസയും ഡോജോ മാസ്റ്ററും. അങ്ങനെ അക്കാസ അതിൽ തോറ്റു പോവുകയാണ്. എന്നിട്ട് ഡോജോ മാസ്റ്റർ പറയുവാണ്, നിനക്ക് നല്ലൊരു പൊട്ടൻഷ്യലുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ ഡോജോ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അക്കാസ പുള്ളിക്കാരൻ്റെ വീട്ടിൽ അക്കാസ പഠിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അക്കാസയുടെ മാസ്റ്റർ പറയുവാണ്, എൻ്റെ മോൾക്ക് ഇതുപോലെ ഒരു അസുഖമുണ്ട്, നീ അതുകൊണ്ട് അവളെ നോക്കണമെന്ന്. പുള്ളിക്കാരൻ്റെ മോളുടെ പേര് കൊയൂക്കി എന്നായിരുന്നു. എന്നപ്പോൾ അക്കാസ പറഞ്ഞ് ഞാൻ നോക്കാമെന്ന് പറയുവാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ മോളെ നോക്കിക്കൊണ്ട് അവിടെ ഡോജോ പഠിക്കുകയാണ്. ഡോജോ എന്ന് വെച്ചാൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റ്. അങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഈ നാട്ടിൽ ഒരു ഉത്സവമുണ്ട്, അന്നപ്പോൾ അവിടെ ഫയർ വർക്ക്സ് ഒക്കെ നടത്തും, എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എൻ്റെ അസുഖം കാണാൻ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലെന്ന്. എന്നപ്പോൾ അക്കാസ പറയുന്നുണ്ട്, നിൻ്റെ അസുഖം മാറുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. അക്കാസയ്ക്ക് ചെറിയ ക്രഷ് അടിക്കുന്നുണ്ട് ഇവളോട്. അങ്ങനെ അക്കാസയ്ക്ക് 18 വയസ്സാകുമ്പോൾ ഇവളുടെ അസുഖമെല്ലാം മാറുവാണ്. അങ്ങനെ അക്കാസ ഇവളെ ഫയർ വർക്ക്സ് കാണിക്കാൻ കൊണ്ടുപോവാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ അക്കാസ പ്രൊപ്പോസ് ചെയ്യുവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നപ്പോൾ അക്കാസയും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ അക്കാസ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്, ജീവിതത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അക്കാസ ഇവളും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അക്കാസയുടെ മാസ്റ്റർ അക്കാസയോട് പറയുവാണ്, എൻ്റെ മോളെയും അതുപോലെ തന്നെ എൻ്റെ ഡോജോയും ഇനി നീയാണ് നോക്കേണ്ടതെന്ന് അക്കാസയുടെ മാസ്റ്റർ പറയുവാണ്. അങ്ങനെ പിറ്റേ ദിവസം അക്കാസയുടെ അച്ഛൻ്റെ ഗ്രേവി പോവാണ് ഈ ഒരു കാര്യം പറയാൻ. പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവിടെ എല്ലാവരും മരിച്ചു കിടക്കുവാണ്. അതായത് അക്കാസയുടെ മാസ്റ്ററിൻ്റെ മോളും പിന്നെ ആ ഡോജോ ഉണ്ടായിരുന്ന വേറെ കുറേ പേരും. അതായത് അവർ കുടിച്ച വെള്ളത്തിൽ ആരോ വിഷം കലർത്തിയെന്ന്. അതായത് ഈ ഡോജോയുടെ അപ്പുറത്ത് വേറൊരു ഡോജോ ഉണ്ട്, അവർക്ക് ഈ ഡോജോ നശിപ്പിക്കണം, അതിനുവേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ വിഷം കൊടുത്ത് കൊന്നതാണ്. ഈ ഒരു കാര്യം അക്കാസ അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 60ഓളം പേരെ ഇടിച്ചു കൊന്നു. അങ്ങനെ നിൽക്കുന്ന അക്കാസയുടെ അടുത്ത് കിബത്സുജി മൂസാൻ വരുവാണ്. എന്നിട്ട് അക്കാസ ഒരു ഡീമൻ ആക്കുവാണ്. അങ്ങനെയാണ് അക്കാസ അപ്പർ മൂൺ 3 ആയത്. പക്ഷെ അക്കാസ ഒരു ഡീമൻ ആയിരുന്നിട്ട് പോലും ഇന്നേ വരെ ഒരു സ്ത്രീകളെയും അക്കാസ ഇന്നേ വരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം കൊയൂക്കിയുടെ ഓർമ്മകൾ ഇപ്പോഴും അക്കാസ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്യുക.